സമൂഹ മാധ്യമങ്ങളിൽ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിൽ ഒത്തിരി അസത്യമായ ന്യൂസുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രചരിക്കുന്നുണ്ട് എന്നറിയാം. പ്രത്യേകിച്ചും ക്യാൻസർ സംബന്ധമായ ഇൻഫർമേഷനിലും ഒത്തിരി ഇത്തരം ന്യൂസുകൾ ഒരു സീനിയർ ഓങ്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ സാറിൻ്റെ മനസ്സിൽ ന്യൂസ് കാണുകയും അതിനെ സമൂഹത്തിനോട് അതിനെ ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള എന്ത് വിവരമാണ് സാറിന് കൊടുക്കും? ഇല്ല, സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് ജെന്യുവനായിട്ടുള്ള ന്യൂസ് അറിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ അത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെന്നുള്ളത് അറിയുന്നുള്ളൂ. സാധാരണക്കാർ വിചാരിക്കുന്നത് അത് ജെന്യുവൻ ന്യൂസാണ്, കറക്റ്റായിട്ടുള്ള ന്യൂസ് ആണെന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. എല്ലാവരും എക്സ്പേർട്സാണ്, അവരൊന്നും ട്രെയിൻഡ് അല്ലാത്തവർ പോലും അവർ എക്സ്പേർട്സായിട്ട് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഫേക്ക് ആണെന്ന് ഒരിക്കലും അവരറിയുന്നില്ല. അവരറിയുമ്പോഴത്തേക്കിന് അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് പലപ്പോഴും സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പം അതാണ് ആദ്യത്തെ ഏറ്റവും വലിയൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഇഷ്യൂ. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കൺക്ലൂഡ് ചെയ്ത കേരള ക്യാൻസർ കോൺക്ലേവിൽ പോലും ഒരു സെഷൻ അതിന് വേണ്ടിയിട്ടായിരുന്നു, റോൾ ഓഫ് മീഡിയ ഓൺ അവയർനെസ് ആൻഡ് ദ ഫാക്ട്സ് ഓൺ മിത്ത് എന്നുള്ള രീതിയിൽ. അപ്പം അതേ ചൊല്ലിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെഷൻ തന്നെ 1 hour നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ തന്നെയുണ്ട്. അതിനകത്ത് ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് എം ജി രാധാകൃഷ്ണൻ സാർ, പഴയ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സീനിയർ എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുള്ള ചെയ്താണ്, the people who proclaim it, they know that it is fake and they are being paid for the false news. അതായത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയും ആ തെറ്റ് പറയുന്നതിന് അവർക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം അതാണ് നമ്മളെ ഇതിൻ്റെ ഏറ്റവും ഒരു ഗ്രേവ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് തെറ്റാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പോലും അതിന് അവർക്ക് റെന്യൂമറേഷൻ കിട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരിക്കലും ആയിരുന്നില്ല. അപ്പം ഈ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം എന്നതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. വളരെയധികം ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരു കാര്യം എടുക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ പൊതുജനങ്ങളെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ആരും ഇത് ഉണ്ടാക്കി വെക്കുന്നവന് മാത്രമേ അറിയാവുള്ളൂ ഇത് ഫേക്കാണെന്ന് അറിയുള്ളൂ. അത് ഫോർവേഡ് ചെയ്യുന്നവൻ അതൊരിക്കലും ഫേക്ക് ആണെന്ന് വിചാരിച്ചിട്ടില്ല. അവൻ ജെന്യുവനായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. എനിക്ക് തന്നെ എൻ്റെ അമ്മ തന്നെ ക്യാൻസറെ പറ്റിയിട്ടുള്ള എത്ര വീഡിയോസ് അയച്ചു തരുന്നുണ്ട്. അമ്മയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അമ്മ വിചാരിക്കും അത് ജെന്യുവനായിട്ടുള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് അയച്ചത്. എന്നിട്ട് ഞാൻ പറയും, അമ്മ ഇനി ഇത് ആർക്കും അയച്ചു കൊടുക്കരുത്, കാരണം ഇത് തെറ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൽ അടിച്ച് എക്സ്ട്രാ പേരുടെ ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും അവർ വിചാരിക്കും എന്താ പറയുന്നത്. എൻ്റെ അമ്മ ഒരു കോളേജ് പ്രൊഫസറായിട്ട് HOD ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അമ്മയ്ക്ക് പോലും അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ മേലാതെയാണ് അമ്മയ്ക്ക് പോലും ആ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം അത്രയും ഡീപ്പായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോബ്ലം നിൽക്കുന്നത്. അപ്പം ഇതിന് നമ്മുടെ മീഡിയയ്ക്ക് നമ്മുടെ സെഷൻ്റെ അകത്ത് തന്നെ വന്നിട്ടുള്ള ഒരു ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു ഫാക്ട് ചെക്ക് ഒരു ബോഡി ഈ ഒരു ന്യൂസ് വരണം എന്നുണ്ടെങ്കിൽ പക്ഷെ ഇത് എങ്ങനെ എപ്പോൾ ആര് എവിടെ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ജെന്യുവൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കുക. അല്ലാതെ നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അതേ രീതിയിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക്, ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ ഫാക്ട് ചെക്കിനുള്ള സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്കോ കിട്ടി നിങ്ങളും എങ്കിലും ആ ഒരു ഡിസെമിനേഷന് ഭാഗമാകാതിരിക്കാൻ ആ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യുക. നമുക്ക് കിട്ടുന്നതിന് ജെന്യുവൻ ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കുക മാത്രമേ ഇത് നമുക്ക് പറയാനായിട്ടുള്ളൂ. വളരെ വ്യക്തമാണ്. ഡോക്ടർ ബോബിൻ തോമസിൻ്റെ ആ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നവർ പലപ്പോഴും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. ചില ആൾക്കാർ ഈ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടായിരുന്നിരിക്കില്ല. എങ്ങനെ നമുക്കത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാകും? അല്ല, നമുക്ക് തന്നെ അറിയത്തില്ല ഇത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തെന്ന് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടുപിടിക്കാൻ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മളാരോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട മെഷീനറികൾ അതിൻ്റെ പുറകെ പലപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം അവർ ഇത് നല്ല ഇൻറ്റൻഷനിൽ ചെയ്തതാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു എന്തും ആർക്കും എവിടെയും പോസ്റ്റ് ചെയ്യാം. ആ പോസ്റ്റ് ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് റെന്യൂമറേഷനും കിട്ടും. ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പോളിസി മേക്കിങ്ങിൻ്റെ അത് വലിയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ഒരു ഹെൽത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഇഷ്യൂ അല്ല, എല്ലാ മേഖലകളിലും എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ ഫേക്ക് ന്യൂസ് ഉണ്ട്. നമ്മൾ എന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോഴത്തേക്ക് ഒരാളുടെ ഇമേജ് പോലും ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനും അരുണും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ഡീപ്പ് ഫേക്ക് അത് ആ ലെവലിലോട്ട് നമ്മൾ വന്നു. ഫേക്കിനെ മാറ്റി ഡീപ്പർ ഫേക്ക് ഡീപ്പസ്റ്റ് ഫേക്കിലോട്ടായിരിക്കും ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ലോകത്ത് നിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, ഇത് ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ട ഒരു മേജറായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴെങ്കിലും നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നമ്മളെല്ലാവരും വിഴുങ്ങിക്കൊണ്ട് പോകും.
തീർച്ചയായിട്ടും അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡോക്ടർ ബോബൻ തോമസ് ഇവിടെ അവതരിപ്പിച്ചത്. കാരണം നമ്മുടെ മുന്നിൽ ക്യാൻസർ എന്ന് പറയുന്നൊരു മഹാമാരിയുണ്ട്. ആ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ, ക്യാൻസറിനെ തോൽപ്പിക്കാനാണ് ഓങ്കോളജിസ്റ്റും അതുപോലെ തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചികിത്സാ സംവിധാനങ്ങളിൽ നിൽക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു വലിയ മറ്റൊരു മഹാമാരിയായിട്ട് വേറൊരു ക്യാൻസറായിട്ടാണ് ഈ ഒരു ഫേക്ക് ന്യൂസ് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടറെ കൃത്യമായി പറഞ്ഞു. ഇത് പിന്നെ ആരോഗ്യരംഗത്ത് മാത്രമല്ല, മറിച്ച് മറ്റ് പല രംഗത്തും, ഡിഫൻസിൻ്റെ രംഗത്ത് പോലും പല രീതിയിലുമുള്ള ഇത്തരം ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് ഒരു പോളിസി മാറ്ററാണ്. അത് ഡോക്ടർമാരുടെയും മെഡിക്കൽ പ്രൊഫഷൻ്റെയും മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് സ്റ്റേറ്റിൻ്റെ ആകമാനമുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിലേക്ക് അധികാരികളും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റവും എത്രയും വേഗം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.